അതും കൂടെ. അവിടെ പഴുത്തൊന്നും ഇല്ലല്ലോ. അവരൊക്കെ ഇവിടെ പോയി കിടക്കണം. എനിക്ക് അറിഞ്ഞൂടാ. അവർ ഫോൺ എടുക്കാതെ പോയ. ചേട്ടൻ ഇത്രയും വലിയ തമാശക്കാരനാണെന്ന് ഞാനും അറിഞ്ഞില്ല. നിങ്ങളിത് എവിടെ പോയിരുന്നു? നിങ്ങളെവിടെ പോയിരുന്നു? അത് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ്. അയ്യോ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നല്ലോ. മണിച്ചേച്ചിയും കൊണ്ടുപോയണ്ടായിരുന്നല്ലേ? നല്ല തമാശയായിരുന്നല്ലോ. അല്ല വേറൊരു കാര്യമുണ്ട് പെങ്ങളെ. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം. ഈ വളവും കൊണ്ട് ആള് വരും വേലിക്കിടാനേ വളവും കൊണ്ട് ആള് വരും. എനിക്ക് അത്യാവശ്യമായിട്ട് പോയി ഞാൻ മറന്നുപോയി. ഇത്ര പെട്ടെന്നോ? പെട്ടെന്ന് പോയി. മാമൻ പോണെങ്കിൽ എനിക്ക് വിഷമമാണ്. ഞാനും വരും. എന്നാ പിന്നെ മോളൂടെ വാ. അങ്ങനെയാണെങ്കിൽ ഞാനും വരൂ. എല്ലാരും കൂടി പോയി എങ്ങനെ ശരിയാവും? അമ്മയെ സമാധാനിപ്പിക്കാൻ നീ ഇവിടെ വേണം. ഞാൻ എന്തിനാ അമ്മയെ സമാധാനിപ്പിക്കണം? അത് പിന്നെ ഞാനും മാമനും പോകുമ്പോ അമ്മയ്ക്ക് സങ്കടം ആവുമല്ലോ. അപ്പഴേ പിന്നെ ഞാൻ അകത്തോട്ട് പോയി പെട്ടി എടുത്തോണ്ട് വരാം. അല്ല ബാഗ് എടുത്തോണ്ട് വരാം. അല്ലെ ഞാൻ എന്ത് കൊണ്ടുവന്നേ? ബാഗല്ലായിരുന്നു. ബാഗ് എടുത്തോണ്ട് വരാം. നീ വരുന്നുണ്ടോ? എന്നാ വാ. തുണി ഒന്നും എടുക്കല്ലേ നീ? ഒന്നും എടുക്കാൻ സമയമില്ല. ബസ് സ്റ്റാൻഡ് വരെ ഓട്ടോയിലാണോ പോന്നേ? ഓ തന്നെ. ഞാൻ വരുന്നത്. നീയും പോണോ? ഞാൻ പോണു. അങ്ങനെ പോണേ? ഇവിടെ നിന്നാ പറ്റുമോ? അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ? എനിക്ക് പോണം. ഞാൻ പോണു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അതൊന്നുമല്ല, നിങ്ങക്ക് വെറുതെ തോന്നുന്നു. ചോദിക്കാതെ അണ്ണാ എന്നാ നമുക്ക് അങ്ങ് പോയാലാ? അത് തന്നെ എന്റെ അഭിപ്രായം. വാ മാമ പെട്ടെന്ന് പോ. അല്ല പിന്നെ മണിക്കുട്ടി അളിയ ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാം. പോയിട്ട് വന്നിട്ട് കാണാം. ശരിയേ. ഇതെന്തോന്ന് പോക്ക്? ഇത് രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണല്ലോ. ഒരു വല്ലാത്ത പോക്കാണല്ലോ, ഒരു മര്യാദ ഇല്ലാത്ത പോക്ക്. എന്നെ മാത്രം കൊണ്ടുപോയില്ല. പക്ഷെ ആ പോക്കിൽ എന്തോ പന്തികേടുണ്ട്. ഉണ്ട്. എനിക്ക് തോന്നി പണിവാളി. മണിക്കൂട്ടല്ലേ? ഇല്ല, അച്ഛ ഉണ്ട്, വിളിക്കാം. അച്ഛാ, അച്ഛാ, കടന്നു വാ. എന്തോ അച്ഛേ? എന്താ സാർ? മണിക്കൂട്ടനാണോ? അദ്ദേഹത്തിന്റെ അളിയനാണ് സാർ. റിങ്കി മോള് ചിന്നു അനിയത്തി. കുടുംബത്തോട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നെന്ത് പ്രശ്നം ഉണ്ടായി സാർ? എന്താ പ്രശ്നമെന്നോ? മണിക്കൂട്ടനും ഇവിടെ ഉള്ളവരും കൂടെ ചേർന്ന് ഒരു പയ്യനെ റോഡിട്ട് അടിച്ച്. അങ്ങനിക്കട വെസയുടെ മകനാണ് അത്. നിങ്ങൾ എന്തായാലും ജീപ്പി കയറണമെന്ന്. സാർ ഞാൻ സത്യത്തിൽ നിരപരാധിയാണെന്ന് പറയാൻ വേണ്ടി വരികയാണ് ചേട്ടാ. കയറണം എന്തായാലും. നിങ്ങൾ ജീപ്പി കയറണം. അച്ഛാ, ജാമ്യം എടുക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളാം. പുലിയാലാവുന്ന കേസാണിത്. ത്രിസന്ധ്യ സമയത്ത് പോലീസ് വന്ന് കയറി. ഇനി ഈ വീട് മുടിയും. അവര് മുങ്ങിയപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അമ്മ അപ്പൂപ്പനെ വിളിച്ച് ജാമ്യത്തിന്റെ കാര്യം പറയാൻ നോക്ക്. അല്ല അമ്മ, ഈ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോ ചെരുപ്പിടാത്ത എന്താണ്? ഓടി ഓടുന്നു.